നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭയിലേക്കുള്ള രാജ്യത്തെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന് 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 96 സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 25 സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിലും 17 സീറ്റുകളുള്ള തെലങ്കാനയിലും മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലെ 13ഉം മഹാരാഷ്ട്രയിലെ 11ഉം പശ്ചിമ ബംഗാളിലെയും മധ്യപ്രദേശിലെയും 8 വീതവും ബീഹാറിലെയും ജാർഖണ്ഡിലെയും 5 വീതവും ഒഡീഷയിലെ 4ഉം ജമ്മു കാശ്മീരിലെ 1 സീറ്റിലേക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 175 സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലെ 28 സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. കോൺഗ്രസിന് അവരുടെ രാജകുമാരൻ്റെ പ്രായത്തോളം പോലും സീറ്റുകൾ പോലും ലഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ ഹിന്ദുക്കൾ 2ാം കിട പൗരന്മാരായി മാറിയതായും മോദി പറഞ്ഞു. ഉള്ള കാലത്തോളം ഒരാൾക്കും പൗരത്വ ഭേദഗതി നിയമ ഭേദഗതി റദ്ദാക്കാനാകില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. രാമക്ഷേത്ര നിർമ്മാണത്തോടെ പ്രതിപക്ഷത്തിൻ്റെ ഉറക്കം നഷ്ടമായിരിക്കുകയാണെന്നും ശ്രീരാമനെ ബഹിഷ്കരിക്കുന്നത് ബംഗാളിൻ്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ലെന്നും പശ്ചിമ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ മോദി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്ത് വർഷങ്ങളോളം ജയിൽവാസം അനുഷ്ഠിച്ച ജവഹർലാൽ നെഹ്റുവും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അടങ്ങുന്ന കുടുംബത്തെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന രാഹുൽ ഗാന്ധിയെ രാജകുമാരൻ എന്ന് വിളിച്ച് വ്യക്തിപരമായി ആക്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റു ഗാന്ധി കുടുംബം ചെയ്തതിൻ്റെ 1% രാജ്യത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ശരത് പവാർ ചോദിച്ചു. താനോ ഉദ്ധവ് താക്കറെയോ ഒരിക്കലും മോദിയുടെ സഖ്യത്തിൽ ചേരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന് ചേർന്ന് ഇല്ലാതാകുന്നതിന് പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയ്ക്കുമൊപ്പം ചേരാൻ കഴിഞ്ഞ ദിവസം മോദി ശരത് പവാറിനോടും ഉദ്ധവ് താക്കറെയോടും പറഞ്ഞിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം ഗ്യാരണ്ടിയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞതൊന്നും ചെയ്തില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിലെടുക്കണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞത് നടന്നില്ല. അടുത്ത വർഷം മോദി വിരമിക്കും. മോദി റിട്ടയർ ചെയ്താൽ ആര് ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും കെജ്രിവാൾ ചോദിച്ചു. 24 മണിക്കൂറും രാജ്യത്ത് വൈദ്യുതി ഉറപ്പാക്കും. സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തും. ചൈനീസ് നിയന്ത്രണത്തിൽ നിന്നും രാജ്യത്തിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കും. അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും. കർഷകരുടെ വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച MSP നടപ്പിലാക്കും. തുടങ്ങിയ 10 പദ്ധതികളാണ് കേജ്രിവാൾ പ്രഖ്യാപിച്ചത്. വടകരയിൽ UDF നടത്തിയ പരിപാടിക്കിടെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസെടുത്ത് വടകര പോലീസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വിവിധ സംഘടനകൾ വടകര പോലീസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ഇവയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് ഹരിഹരൻ്റെ പ്രതികരണം. RMP നേതാവ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ ഹരിഹരനെതിരെ കേസെടുക്കണമെന്നും കൂടാതെ വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അറിയിച്ചു. അതോടൊപ്പം ഹരിഹരൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് സെക്രട്ടറി വടകര റൂറൽ SPക്കും പരാതി നൽകിയിരുന്നു. പൊതുരംഗത്തെ സ്ത്രീകളെ അവമതിപ്പോടെ കാണുന്ന ആൺകോയ്മ മുന്നണിയായി UDF അധപതിച്ചു കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് RMP നേതാവ് ഹരിഹരൻ്റെ പ്രസ്താവനയെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ KK ശൈലജ ടീച്ചർക്കെതിരെ ലിംഗനീതിക്ക് തെല്ലുവില കൊടുക്കാതെ UDF നടത്തിയ സൈബർ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രം ആരാണെന്ന് ഇതുവഴി വ്യക്തമായിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വടകരയിൽ UDF നടത്തിയ പരിപാടിക്കിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ RMP നേതാവ് KS ഹരിഹരൻ്റെ വീടിന് നേർക്ക് ആക്രമണം. സ്കൂട്ടറിലെത്തിയ സംഘം വീടിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രി 8:15 സംഭവം. വീടിൻ്റെ ചുറ്റുമതിൽ തട്ടി പൊട്ടിയതിനാൽ വൻ അപകടം ഒഴിവായി. ഇവയുടെ അവശിഷ്ടങ്ങൾ ഇതേ സംഘം എത്തി പിന്നീട് വാരിക്കൊണ്ടുപോയതായും ഹരിഹരൻ വെളിപ്പെടുത്തി. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വിജയശതമാനത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത ഒരുങ്ങുന്നില്ല. അതിന് ബാച്ചുകൾ അനുവദിക്കുക എന്നത് തന്നെയാണ് പരിഹാരം. UDF ഭരിച്ചപ്പോൾ ബാച്ചുകൾ അനുവദിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ സ്വത്വരമായി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം. ബാച്ചുകൾ അനുവദിക്കുക എന്നത് മുൻനിർത്തിക്കൊണ്ട് MSFും യൂത്ത് ലീഗും സമരരംഗത്തുണ്ട്. സർക്കാർ ബാച്ച് അനുവദിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം
കേരളത്തോട് തുടരുന്ന അവഗണനയുടെയും പ്രതികാര ബുദ്ധിയുടെയും മറ്റൊരു ഉദാഹരണമാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വികസനം അട്ടിമറിക്കാനുള്ള നീക്കം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നും ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും എം.ബി. രാജേഷ് ആവശ്യപ്പെട്ടു. കാസർഗോഡ് എം.പിയും സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. കല്യോട്ട് കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്ന് ചിത്രം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചു. ഉണ്ണിത്താനു വേണ്ടി പുറത്തു പോകുന്നുവെന്നും ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നുവെന്നും ബാക്കിയെല്ലാം വാർത്താസമ്മേളനത്തിൽ പറയുമെന്നും കെ.പി.സി.സി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ പോസ്റ്റ് ബാലകൃഷ്ണൻ പെരിയ ഡിലീറ്റ് ചെയ്തു. തിരൂരിൽ മണൽ കടത്തിയ ആളെ പിടികൂടാനെത്തിയ പോലീസുകാർക്കെതിരെ മണൽ മാഫിയയുടെ ആക്രമണം. 2 CPOമാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ നടക്കുന്ന പതിവ് പട്രോളിങ്ങിനിടയിൽ മണൽ കടത്തുന്ന ലോറി പോലീസ് പിടിക്കുകയായിരുന്നു. ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ഇതിനുശേഷം പോലീസ് ജീപ്പ് വരാൻ കാത്തു നിൽക്കുന്നതിനിടെ ബൈക്കിലെത്തിയ ആക്രമികൾ ഹെൽമറ്റ് ഉപയോഗിച്ചും മറ്റും പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കണിയിൽപ്പെട്ട് വയോധിക മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റ്. അഞ്ചുമൂർത്തി മംഗലം പയ്യംകുണ്ട് തെക്കേക്കുളം വീട്ടിൽ അബ്ദുൽ കരീമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിൽ പയ്യംകുണ്ട് കുന്നത്ത് വീട്ടിൽ കണ്ടൻ്റെ ഭാര്യ കല്യാണിയാണ് മരിച്ചത്. അബ്ദുൽ കരീമിൻ്റെ പറമ്പിൽ കാട്ടുപന്നിയെ തുരത്താൻ വെച്ച കെണിയിൽ കല്യാണി അകപ്പെടുകയായിരുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ രോഗി ഡോക്ടറെയും ആശുപത്രി ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു. ശനിയാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സക്കെത്തിയ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി പറഞ്ഞയച്ചതായിരുന്നു. എന്നാൽ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് പറഞ്ഞ് തിരികെ എത്തി ഡോക്ടറെ അസഭ്യം വിളിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രി ജീവനക്കാർ ചേർന്ന് ഇയാളെ പുറത്താക്കി. ഇയാളെ കല്ലെടുത്ത് തലക്ക് അടിക്കാൻ നോക്കിയപ്പോൾ സ്വയരക്ഷാർത്ഥം പിടിച്ചു തള്ളിയെന്നും മർദ്ദനത്തിന് പുറമെ കുടുംബത്തെ കത്തിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ഡോക്ടർ വെളിപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.